നമസ്കാരം. കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ഭരണം ലഭിച്ചതുകൊണ്ട് മറ്റ് ജനപ്രതിനിധികൾക്ക് ഇവിടെ പ്രവർത്തിക്കേണ്ടതില്ലേ എന്ന ചോദ്യമാണ് ഇന്ന് രാവിലെ വട്ടിയൂർക്കാവ് എം.എൽ.എ വി കെ പ്രശാന്ത് ഉന്നയിച്ചത്. എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് എം.എൽ.എയോട് ഓഫീസ് ഒഴിഞ്ഞു പോകാൻ, അത് കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഓഫീസ് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടാൻ ആർ ശ്രീലേഖ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യമാണ് രാവിലെ ചർച്ചാ വിഷയമായത്. വി കെ പ്രശാന്തിനെ പിന്താങ്ങിക്കൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എയും വി ശിവൻകുട്ടിയും അടക്കമുള്ള CPM നേതാക്കൾ എത്തിയിരുന്നു. സത്യത്തിൽ ഈ എം.എൽ.എ ഓഫീസ് ഒഴിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പുകമറ സൃഷ്ടിക്കാനാണ് രാവിലെ CPM നേതാക്കൾ ശ്രമിച്ചത്. എന്താണ് ഉണ്ടായത് എന്ന് പിന്നീട് ആർ ശ്രീലേഖ വിശദീകരിച്ചതാണ്. അവർ പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ കൗൺസിലർ ഓഫീസാണ്. കൗൺസിലർമാർക്ക് നഗരസഭ അനുവദിച്ചു നൽകിയിട്ടുള്ള ഓഫീസാണ്. അവിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തുച്ഛമായ വാടകയ്ക്ക് ഒരു വാടക ചീട്ട് തയ്യാറാക്കിക്കൊണ്ട് എം.എൽ.എ ഓഫീസ് കയ്യേറുകയായിരുന്നു. സത്യത്തിൽ കയ്യേറുകയായിരുന്നു എന്ന വാക്കൊന്നുമല്ല ശ്രീലേഖ ഉപയോഗിച്ചത്. അവർ വളരെ മാന്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അവിടെ സ്ഥലപരിമിതി ഉണ്ട്. കൗൺസിലറുടെ ഓഫീസാണ് യഥാർത്ഥത്തിൽ. ഒരു കൗൺസിലറുടെ ഓഫീസിന് നൽകേണ്ട സ്ഥലം അത് കൗൺസിലർക്ക് നൽകിയിട്ടില്ല. അത് നൽകാതെയാണ് ഈ എം.എൽ.എ ഓഫീസ് പ്രവർത്തിക്കുന്നത്. രണ്ടും കൂടി അവിടെ ശരിയാവില്ല. അതുകൊണ്ട് അടുത്ത് താങ്കൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ആലോചനയും ഉണ്ടെങ്കിൽ അത് ഉടൻ ചെയ്യണം എന്നാണ് ഒരു വ്യക്തിപരമായ ബന്ധം വെച്ച് സ്നേഹപൂർവ്വം അവർ ആവശ്യപ്പെട്ടത് എന്നവർ പിന്നീട് പറഞ്ഞു. ഇവർ ഇതിനെ വലിയ രാഷ്ട്രീയ വിവാദമാക്കുകയായിരുന്നു രാവിലെ എന്നാണ് പിന്നീട് ആർ ശ്രീലേഖയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു എം.എൽ.എക്ക് 68,000 രൂപയാണ് കേരള സർക്കാർ ഓരോ മാസവും മണ്ഡലം ഓഫീസ് അലവൻസായി നൽകുന്നത്. ഈ തുക ഉപയോഗിച്ചുകൊണ്ട്, ഇത് കൂടാതെ തന്നെ അവിടുത്തെ ടെലിഫോൺ കണക്ഷനും അതുപോലെ തന്നെ 2 സ്റ്റാഫുകളുടെ ശമ്പളവും ഒക്കെ പ്രത്യേകം എഴുതിയെടുക്കാനും സാധിക്കും. ഈ തുക ഉപയോഗിച്ചുകൊണ്ട് മണ്ഡലത്തിൽ എവിടെയും ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ എം.എൽ.എ വി കെ പ്രശാന്തിന് സാധിക്കും. പക്ഷേ എം.എൽ.എ വി കെ പ്രശാന്ത് വെറും 832 രൂപ വാടക കൊടുത്താണ്. 68,000 രൂപയുടെ ഓഫീസ് അലവൻസ് എഴുതി വാങ്ങുന്ന എം.എൽ.എ ആണ് 832 രൂപയുടെ വാടക ചീട്ട് ആക്കിക്കൊണ്ടൊരു കോർപ്പറേഷൻ കെട്ടിടത്തിനകത്തേക്ക് കയറി കൂടുന്നത്. തീർച്ചയായും വി കെ പ്രശാന്ത് ഇത് 2019 മറ്റോ ആണ് ഇങ്ങനെ ഒരു ഓഫീസ് എടുക്കുന്നത്. 2019 മുമ്പ് വി കെ പ്രശാന്ത് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായിരുന്നു. ദീർഘകാലം അദ്ദേഹം ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ ൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അന്ന് ശാസ്തമംഗലത്തെ കൗൺസിലർ ആയിരുന്നത് ഒരു LDF കൗൺസിലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായി സഹകരിച്ചുകൊണ്ട് അവരെ ഈ ഓഫീസിൻ്റെ ഒരു മൂലയിലേക്ക് ഒതുക്കിക്കൊണ്ടാണ് ഈ വി കെ പ്രശാന്ത് ആ ഫ്ലോർ മുഴുവൻ 832 രൂപ വാടകയ്ക്ക് കൈയടക്കി വച്ചത്. അത് പിന്നീട് ശാസ്തമംഗലത്തെ വാർഡ് BJP പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. 2020 തിരഞ്ഞെടുപ്പിൽ BJP കൗൺസിലർ ആയിരുന്നു. അദ്ദേഹവും ഈ സ്ഥല പരിമിതിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു ശുചിമുറി ഉണ്ടായിരുന്നു. ആ ഉപയോഗിക്കാത്ത ശുചിമുറിയിലേക്കാണ് തൻ്റെ അലമാരയും റാക്കുകളും മറ്റും വയ്ക്കുകയും അവിടെ ഫയലുകൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. സത്യത്തിൽ ഒരു കൗൺസിലർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എം.എൽ.എ ആയതുകൊണ്ടും എം.എൽ.എ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടും തനിക്ക് അവിടെ ഈ CPIM-ന് മുൻതൂക്കമുള്ള കൗൺസിലാണ് ഉണ്ടായിരുന്നത് കൊണ്ടും തനിക്ക് ഈ അസൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു. താൻ ആ ഓഫീസിലേക്ക് പോയിരുന്നില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളെല്ലാം താൻ ഓടി നടന്ന് നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 കൊല്ലം ഓഫീസ് ഇല്ലാതെ, ഓഫീസിലെ സ്ഥലപരിമിതികൾ ഉള്ളിലൊതുക്കിയാണ് താൻ പ്രവർത്തിച്ചത്. പക്ഷേ അതുപോലെയല്ല ആർ ശ്രീലേഖ ഒരു വനിതാ കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളുമായി സംവദിക്കാനും അതുകൊണ്ട് തന്നെ കൗൺസിലർ എന്ന രീതിയിൽ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനും സാമാന്യം മര്യാദയുള്ള ഒരു ഓഫീസ് ആവശ്യമാണ്. പക്ഷേ അതിനുള്ള അവകാശമാണ് ഈ എം.എൽ.എ വി കെ പ്രശാന്ത് നിരസിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന തുകയ്ക്ക് 68,000 രൂപ ഓഫീസ് അലവൻസ് ലഭിക്കുന്ന എം.എൽ.എക്ക് മണ്ഡലത്തിൽ എവിടെയും ഒരു അത്യാധുനിക സൗകര്യമുള്ള വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഫീസ് സ്വന്തമാക്കാവുന്നതാണ്. അവിടെ എം.എൽ.എക്ക് പ്രവർത്തിക്കാവുന്നതുമാണ്. പക്ഷേ തുച്ഛമായ വാടകയ്ക്ക് താൻ ഇത് കൈയടക്കി വെച്ചേ അടങ്ങൂ എന്ന നിലയിലാണ് എം.എൽ.എ ഇത്രയും കാലം പ്രവർത്തിച്ചത്. ഇനിയെങ്കിലും അത് മാറ്റി ചിന്തിച്ചുകൂടെ എന്ന ചോദ്യമാണ്. വളരെ മാന്യമായ
ഒരു ചോദ്യമാണ് ഈ വി കെ പ്രശാന്ത് രാവിലെ വലിയൊരു വിവാദമാക്കി മാറ്റിയത്. എന്തായാലും ഈ വിവാദം ഗുണത്തേക്കാളേറെ വി കെ പ്രശാന്തിന് ദോഷം ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. കാരണം വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ BJP അടുത്ത് കണ്ണുവയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. മാത്രമല്ല ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാറായിരിക്കുന്നു, ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നഗരസഭ BJP പിടിച്ചിരിക്കുകയുമാണ്. 832 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് മേയർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു 30 മുതൽ 50 രൂപ വരെ തിരുവനന്തപുരം നഗരത്തിൽ ഒരു സ്ക്വയർ ഫീറ്റിന് കൊമേഴ്സ്യൽ സ്പേസിന് വാടകയുണ്ട്. അങ്ങനെ നോക്കിയാൽ തന്നെ 15,000 രൂപ വരെ വാടക ഈടാക്കേണ്ട കെട്ടിടമാണ് ഈ 832 രൂപ വാടകയ്ക്ക് MLA കൈയടക്കി വച്ചിരിക്കുന്നത്. തീർച്ചയായും MLA ഓഫീസ് എന്ന നിലയിൽ അതിന് വിപണി മൂല്യം കണക്കാക്കേണ്ടതില്ല. പക്ഷേ മറ്റ് പല കെട്ടിടങ്ങളും ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നതെങ്കിൽ അത് വലിയ ഒരു റവന്യൂ ചോർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്. കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ പാഴായി പോകുന്നത്. അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഇനി എല്ലാ വാടക കരാറുകളും പുനഃപരിശോധിക്കും എന്നാണ് മേയർ ഇന്ന് അറിയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വി കെ പ്രശാന്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ പ്രകടനം അത് അദ്ദേഹത്തിന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ്. ജനം കൃത്യമായി തന്നെ എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുകയാണ്. കോർപ്പറേഷൻ അനുവദിച്ച കെട്ടിടത്തിലാണ് കൗൺസിലർമാർ ഓഫീസുമായി പ്രവർത്തിക്കേണ്ടത്. പക്ഷേ MLA മാർക്ക് എവിടെയും ഒരു ഓഫീസ് കെട്ടിടം എടുക്കാവുന്നതാണ്. അതിൻ്റെ സാമ്പത്തിക സ്രോതസ് സർക്കാർ നൽകുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ കോർപ്പറേഷനിലുള്ള മുൻകാല സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് കൗൺസിലറുടെ ഓഫീസ് ഇങ്ങനെ MLA കൈയടക്കി വച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് 5 വർഷം മുമ്പ് തന്നെ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. അത് കാണിച്ചില്ല. അങ്ങനെ ഒരു സാമാന്യ മര്യാദ ഈ MLA കാണിക്കാത്തത് കൊണ്ടാണ് R ശ്രീലേഖ അവിടെ കൗൺസിലറായി എത്തുമ്പോൾ ഒരു ചോദ്യം വരുന്നത്. ആ ചോദ്യത്തെ പോലും അസഹിഷ്ണുതയോടുകൂടി കാണുകയും അതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കുകയും ചെയ്ത MLAക്ക് സത്യത്തിൽ ഒരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വിലയിരുത്തേണ്ടിയും വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.